ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ലേഡീസ് പ്ലാനറ്റ്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് വെറൈറ്റി ആയിട്ടുള്ളൊരു ഹൽവയാണ്. നിങ്ങൾ ഇതുവരെ കഴിക്കാത്തത് എന്ന് വേണമെങ്കിൽ പറയാം, കാരണം ഇതിൻ്റെ സ്വന്തം റെസിപ്പിയാണ്. ഈ ഹൽവ നമ്മൾ ഉണ്ടാക്കുന്നത് ബാക്കി വരുന്ന ചോറ് കൊണ്ടാണ്. കഞ്ഞിവെള്ളം കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഹൽവ നമ്മളെല്ലാവരും മുൻപ് കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അത് കണ്ടപ്പോൾ അതിൽ നിന്ന് കിട്ടിയ ഒരു ഐഡിയ വെച്ചിട്ട് ഞാൻ വെറുതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ സക്സസ് ആയിട്ട് തന്നെ കിട്ടി. അടിപൊളിയാണ്. വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന പരുവത്തിലുള്ളൊരു ഹൽവയാണ്. ബാക്കി വരുന്ന ചോറ് കൊണ്ട് നമ്മൾ ഒരുപാട് റെസിപ്പീസ് മുൻപ് ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ട് ചെയ്തത് ബാക്കി വരുന്ന ചോറ് കൊണ്ടുള്ള വടയായിരുന്നു. ആ വടയാണ് ലേഡീസ് പ്ലാനറ്റ് എന്ന ചാനലിനെ ആരെങ്കിലുമൊക്കെ അറിയുന്ന രീതിയിലേക്ക് മാറ്റിയത്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ചോറിനെ മറക്കാൻ പാടില്ല. അതുകൊണ്ടല്ല കേട്ടോ, അല്ലെങ്കിലും നമ്മൾ ചോറിനെ മറക്കാൻ പാടില്ല. അന്നത്തിന് വേണ്ടിയല്ലേ നമ്മൾ കഷ്ടപ്പെടുന്നത്. അപ്പോൾ എന്തായാലും ഒരു വറ്റ് പോലും പാഴാക്കാതിരിക്കാനുള്ള ഒരുപാട് ചോറ് കൊണ്ടുള്ള റെസിപ്പീസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ റെസിപ്പി കൂടെ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഹൽവ ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ആദ്യം നമുക്ക് ഇതിലേക്കുള്ള ചോറൊന്ന് അരച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ചോറ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 2 കപ്പ് ചോറാണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ വീട്ടിൽ എത്ര ചോറാണോ ബാക്കി വരുന്നത് അത് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇനി ഇതിലേക്കുള്ള ശർക്കര ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 1.25 കപ്പ് ശർക്കരയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇത് പൊടിച്ചെടുത്തിട്ടാണ് എടുത്തിട്ടുള്ളത്, കറക്റ്റായിട്ടുള്ളൊരു അളവ് പറയാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ശർക്കരയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാര യൂസ് ചെയ്യാം കേട്ടോ. പഞ്ചസാരയാണെങ്കിൽ ഇതുപോലെ മെൽറ്റ് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ശർക്കരയിൽ ഒരുപാട് അഴുക്കുണ്ട്, അതുകൊണ്ടാണ് ആദ്യം ഇതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ പഞ്ചസാരയാണെങ്കിൽ അത് ചേർക്കേണ്ട സമയം ഞാൻ പറഞ്ഞു തരാം കേട്ടോ. ഇപ്പോൾ ശർക്കര നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരിച്ചു മാറ്റി വെക്കാം. ഇനി നമുക്ക് ഹൽവയിലേക്കുള്ള മിക്സ് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം അരച്ച് വെച്ച ചോറിലേക്ക് കോൺഫ്ലോർ കലക്കി ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 4 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കട്ടയൊന്നുമില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇത് നമുക്ക് ഈ ചോറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കട്ടയില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഇപ്പോൾ നമ്മൾ അരച്ച് വെച്ച ചോറും തേങ്ങാപ്പാലും കോൺഫ്ലവറൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഹൽവ ഉണ്ടാക്കാനുള്ള മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഹൽവ റെഡിയാക്കി തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കടായി വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ച ശർക്കര അരിച്ചതിന് ശേഷം ചേർത്ത് കൊടുക്കാം. ചൂടോടെ തന്നെയാണ് കേട്ടോ ശർക്കര പാനി ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഈ ശർക്കര മെൽറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എത്രത്തോളം വെള്ളം കുറച്ചിട്ട് വേണമെങ്കിലും മെൽറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അത്രത്തോളം നമുക്ക് ഹൽവ ഉണ്ടാക്കുന്ന സമയത്തിൽ
കുറവ് വരുത്താം. ഇനി ഇതിലേക്ക് നമ്മൾ ഹൽവ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് റെഡിയാക്കി വെച്ച മിക്സ് ചേർത്ത് കൊടുക്കാം. ഇനി ശർക്കരപ്പാനിയും ഈ മിക്സും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ ഈ സമയത്തൊന്നും ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല കേട്ടോ. ഇപ്പോൾ ശർക്കരപ്പാനിയും ഹൽവ ഉണ്ടാക്കാനുള്ള മിക്സും കൂടെ നന്നായിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് നിർത്താതെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കാം. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് കേട്ടോ ഞാനിത് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഹൽവ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മെയിനായിട്ടുള്ള കാര്യം ഇതാണ്, നിർത്താതെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ഇത് കട്ട പിടിക്കും. അപ്പോൾ ഞാനിപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ അത് ഉണ്ടാക്കിയെടുക്കുന്നത്. 20 മുതൽ 30 മിനിറ്റിൻ്റെ ഉള്ളിലാണ് ഹൽവ റെഡിയായിട്ട് കിട്ടുക. അപ്പോൾ അതുവരെ നമ്മളിത് നിർത്താതെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം കേട്ടോ. ഇപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇത് തിളക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ ഇതൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഈ സമയത്തൊക്കെ ഇത് ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് കേട്ടോ. ഇത് ഹൽവ തീരുന്നത് വരെ ഞാനിവിടെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇത് റെഡിയാക്കി എടുക്കുന്നത്. നിർത്താതെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. ഇപ്പോൾ ഏകദേശം ഒരു 15 മിനിറ്റോളം ആയിട്ടുണ്ട്. ഈ സമയത്ത് ഇത് ഒന്നുകൂടെ തിക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഞാൻ ഇതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ ഏകദേശം 25 മിനിറ്റോളം ആയിട്ടുണ്ട്. നമ്മുടെ ഹൽവയുടെ മിക്സ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പാകം എന്ന് പറയുന്നത് ഇത് പാനിൽ നിന്നും വിട്ട് വരുന്ന പരുവാണ്. നമ്മളിങ്ങനെ ചട്ടുകം വെച്ചിട്ട് ഇങ്ങനെ ഇളക്കുന്ന സമയത്ത് ഇതെല്ലാം കൂടെ തിരിഞ്ഞു വരുന്നില്ലേ, അപ്പം ഇതാണ് ഹൽവയുടെ പാകം. ഇനി നമുക്ക് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി നമുക്കിത് സെറ്റ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലുള്ളൊരു പ്ലേറ്റാണ് എടുത്തിട്ടുള്ളത്. ഈ പ്ലേറ്റിൽ നെയ്യൊക്കെ തടവി വെച്ചിട്ടുണ്ട്. നമുക്ക് ഹൽവ ഡീമോൾഡ് ചെയ്തെടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഈ പ്ലേറ്റിലേക്ക് നമുക്ക് ഹൽവയുടെ മിക്സ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നെയ്യ് തടവിയ ഒരു സ്പൂൺ വെച്ചിട്ട് ഇതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം.
ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാകും, വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന തരത്തിലുള്ളൊരു സോഫ്റ്റ് ആയിട്ടുള്ള ഹൽവയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമ്മുടെ വീട്ടിൽ ബാക്കിയുള്ള ചോറ് വെച്ചിട്ട് ഇതുപോലുള്ള ഹൽവയൊക്കെ നമ്മുടെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്കിത് ഒരുപാട് ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ഹൽവയിലൊക്കെ ഒരുപാട് എണ്ണയും നെയ്യൊക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്തിട്ട് നമുക്ക് വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കൂടെ കാണും, അതും പ്രസ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക്